എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു അൽമാട്ടി ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 14 തിങ്കളാഴ്ച രാവിലെ 10 മണി. ഞാനിപ്പം കറൻ്റ് നിൽക്കുന്നത് എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. ഇന്ന് നൈറ്റാണ് ആക്ച്വലി നമ്മൾ റിട്ടേൺ പോകുന്നത് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കുക, രാവിലെ അൽമാട്ടിയിൽ നല്ല മഴയാണ് കേട്ടോ, ഒടുക്കത്തെ മഴ. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി ദോസ്തിലിക് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഒരു ഷോപ്പിംഗ് മാളാണ്. ഞാൻ ആക്ച്വലി ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത് മെഗാ പാർക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാളിലായിരുന്നു. പക്ഷേ അങ്ങോട്ടിപ്പം പോകാനായിട്ട് മഴയുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ തൽക്കാലം ഞാനൊരു ബസ് പിടിച്ചിട്ട് നേരെ ആ ഒരു ദോസ്തിലിക് പ്ലാസയിൽ പോയിട്ട് ആ ഷോപ്പിംഗ് മാളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് മഴക്കാഴ്ചകളും ഷോപ്പിംഗ് മാളിലെ കാഴ്ചകളും തിരിച്ച് റിട്ടേണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മഴ എങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം കുറച്ചുകൂടി ഗ്രീനിയായി. ഇന്നലെയൊക്കെ കുറച്ച് മരത്തിലൊക്കെ പൊടിയൊക്കെ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നിപ്പം കുറച്ചുകൂടി ഒരു ഗ്രീനി ആയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമല്ല, 5 മിനിറ്റ് പെയ്യും, 5 മിനിറ്റ് സ്റ്റോപ്പ് ആവും, 5 മിനിറ്റ് പെയ്യും, 5 മിനിറ്റ് സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ളൊരു മഴയാണ്. അപ്പോൾ ഞാനങ്ങനെ ദോസ്തിലിക് പ്ലാസയിലേക്ക് ഇപ്പോൾ പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബസ്സിൽ വലിയ ആൾക്കാരാരുമില്ല, ആകെ ഞാനും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. കണ്ടില്ല, ഇതേ ഒരു ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ മഴ ബസ് ഇറങ്ങിയിട്ട് ദോസ്തിലിക് പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കണ്ട ദോസ്തിലിക് പ്ലാസ. ഫുള്ള് മഴ നനഞ്ഞിട്ട് നല്ല അടിപൊളി കിടക്കണം. കുറേ കൂടെ ഒന്ന് ഗ്രീനിയായി സംഭവം, ഗ്രീനിയായി. ഇത് അടിപൊളി, സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടത്തേക്ക് നോക്കിക്കതേ മരങ്ങളൊക്കെ കണ്ട അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. മഴ ഇല്ല ഇപ്പം കറണ്ടിൽ മഴയില്ല, മഴ തോന്നി നിൽക്കുകയാണ്. ആൻഡ് ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നോക്കിക്കുക, ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. നല്ല തണുപ്പുമുണ്ട്. ഇവിടുത്തേക്ക് അപ്പാർട്ട്മെൻറ്റുകളുണ്ടോ, നല്ല മുട്ടൻ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കാറുകൾ കണ്ടോ, ഇവിടുത്തെ കാറുകളൊക്കെ നാട്ടിലത്തെ എല്ലാ ടൈപ്പ് കാറുകളൊക്കെ ഉണ്ട്. നിസ്സാൻ, ലെക്സസ്, ടൊയോട്ട, കിയ, ഹ്യുണ്ടേ, ഒട്ടുമിക്ക മേജർ കമ്പനികളും ഇവിടെ ഉണ്ട്. അങ്ങനെ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന അൽമാട്ടിയിലൂടെ ദോസ്തിലിക് പ്ലാസയിലേക്ക് നടന്നു പോകുന്ന ഞാൻ. ഓക്കെ, അടിപൊളി, നല്ല രസമുണ്ടല്ലേ. എന്താ വൈബ്, വൈബ് എന്ന് പറഞ്ഞാലും പോരാ, ജാതി വൈബ്. പൊളി 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 പൊളി. അപ്പോൾ ഇതാണ് ദോസ്തിലിക് പ്ലാസയുടെ എൻട്രൻസ്. വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ഫേമസ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ, ഫുൾ പച്ച പിടിച്ച ചെടികളും കുറേ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത് അകത്തോട്ടേ കയറട്ടെ. കയറി വരുമ്പോൾ തന്നെ കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. കണ്ട ദോസ്തിലിക് പ്ലാസ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഭയങ്കര ഫേമസ് ബ്രാൻഡുകളൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ. കാൽവിൻ ക്ലീൻ ഉണ്ട്, മാർസിയാനോ ബൈ ഗസിൻ്റെ ബ്രാൻഡ്, ഹ്യൂഗോ, ഉഷിഹോ, സ്റ്റാർബക്സ് ഉണ്ട് കേട്ടോ, ദ റിസർവ്ഡ്. ഇതിനകത്ത് ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഷവോമിയുടെ ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഷവോമിയുടെ ബ്രാൻഡ്, അവരുടെ സ്യൂട്ട് കേസ്, മറ്റേ റണ്ണിങ് സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഖസാക്കിസ്ഥാൻ ടൂറാണെന്ന് തോന്നിയത്. ഇത് അടിപൊളിയൊരു സംഭവം കേട്ടോ. ഈ ഏരിയയിൽ ഫുള്ള് ഫേമസ് ബ്രാൻഡിൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോം ഫോർഡ്, ചാനൽ, ഗുച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ്, നല്ല പെർഫ്യൂംസൊക്കെ ഉണ്ട്, അടിപൊളി പെർഫ്യൂംസ്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോപ്പിംഗ് മാളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് എ വ്യൂ. അങ്ങനെ ദോസ്തിലിക് പ്ലാസയിൽ നിന്നും തിരിച്ച് അതേ ബസ് പിടിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ ഒരു ഏരിയയിലൊക്കെ കറങ്ങിയിട്ട് റൂമിൽ പോയി ഫ്രഷായി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം. മഴ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നി നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കുറേ പേര് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 11:30 മണിയാവുന്നുണ്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ ഇവിടുത്തുള്ളൊരു കോസ്മെറ്റിക് സെൻറ്ററിൽ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നമുക്ക് കൊറിയൻ മെയ്ഡ് പ്രോഡക്റ്റുകളൊക്കെ കുറേ കിട്ടും. കൊറിയൻ മെയ്ഡ് പ്രോഡക്റ്റുകൾ നൈസാണ്. അവരുടെ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടും. അതേപോലെ കണ്ടില്ലേ, മെയ്ഡ് ഇൻ കൊറിയ, എല്ലാം മെയ്ഡ് ഇൻ കൊറിയൻ സാധനങ്ങളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കൊറിയൻ സാധനങ്ങളല്ലേ ഫേമസ് ഇപ്പോൾ. അപ്പോൾ അവരുടെ കുറേ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കൊറിയൻ സാധനങ്ങൾ ഒറിജിനൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ മേടിക്കാനായിട്ട് 1-2 ഫേസ് മാസ്കും സ്ക്രബ്സ്, അതുപോലെ തന്നെ മറ്റേ നോസ്ട്രിപ്സ്, അങ്ങനെയുള്ള 1-2 ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടേ, ഹലോ രാകേഷ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞാനിനിപ്പോൾ നേരെ ഫുഡും മേടിച്ച് റൂമിലോട്ട് പോകും കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകണം വൈകുന്നേരം. യോ
അപ്പോൾ വലിയ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ബസ്സൊക്കെ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഞാനിവിടെ ഇരിപ്പുണ്ട്. നേരെ 86 നമ്പർ ബസ് കയറിയിട്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ ബസ്സിനകത്ത് വന്നിട്ട് എയർപോർട്ടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നേരെ കാണുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ എയർപോർട്ട്. അപ്പോൾ ഞാൻ എയർപോർട്ടിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 86 നമ്പർ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് ആ ഒരു ബസ്സിനകത്താണ്. അപ്പോൾ ഈ 86 നമ്പർ ബസ്സാണ് എയർപോർട്ടിൽ വരുന്നത് എൻ്റെ സ്ഥലത്തു നിന്ന്. അപ്പോൾ ഞാനങ്ങനെ ബസ് ഇറങ്ങി ഇനി ഒരു 5 മിനിറ്റ് വാക്കേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫുള്ള് സ്നോ മൗണ്ടൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എയർപോർട്ടിൽ ജസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിപ്പാർച്ചറിന് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ഡിപ്പാർച്ചർ ഹാളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇത് ടെർമിനൽ 2 ആണ് കേട്ടോ. ടെർമിനൽ 2 പുതിയതാണ്. ടെർമിനൽ 1 ഡൊമസ്റ്റിക് ഹാൻഡിൽ ചെയ്താണ്. ടെർമിനൽ 2 നിന്നാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കറൻസി എക്സ്ചേഞ്ച് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. കണ്ട സെറ്റ് 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 സെറ്റ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചെക്കിനും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടുള്ള എടുത്തിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ലെറ്റ്സ് സീ. അപ്പോൾ അതേ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിൽ കയറിയിട്ടുണ്ട്. ഈ കാണുന്നത് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുപ്പി സാവരജംഗം വസ്തുക്കളൊക്കെ ഉണ്ട്. കുറേ പേര് കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. റെഡ് ലേബിൾ, ബ്ലാക്ക് ലേബിൾ, ബ്ലൂ ലേബിൾ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഇഷ്ടംപോലെ നല്ല അടിപൊളി പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കിട്ടില്ലം പെർഫ്യൂംസ്, പിന്നെ കുറേ ലിക്കർ, സിഗരറ്റ്, ഗുച്ചി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ കണ്ടില്ലേ, അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ വൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അത് രസമുണ്ട്. എന്തായാലും ഇത് പുതിയ ടെർമിനലാണ് കേട്ടോ. പുതിയ ടെർമിനൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ലിക്കർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്നുണ്ട്. കണ്ട് എന്താണ് ടിക്കറ്റ് ഡെയറി സ്പോർട്സ് ഹബ്ബ് എന്തോ സംഭവം. ഇതിന് കുറച്ച് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഓക്കെ, ഇത് നമ്മൾ ഈ സൈഡിൽ വന്നു കേട്ടോ. അങ്ങനെ ഇവിടെയാണ് ഇതേ കണ്ടില്ലേ, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോട്ടെ രാക്കത്ത്. ഇതിൻ്റെ എന്താ പറയുക ഷോപ്പാണ് നമ്മൾ ആക്ച്വലി അവിടെ കണ്ടത്. ഇത് യൂറോയിലാണ് ഇവിടുത്തെ പ്രൈസുകളെല്ലാം അപ്ഡേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. $3.50 ആക്ച്വലി ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ സാധനങ്ങളുടെ വില. അപ്പോൾ അത്യാവശ്യം കുറേയധികം കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഡോളറിൻ്റെ പ്രൈസാണ്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഒരു എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ കാഴ്ചകളാണ്. ഇത് നോക്കിക്കേ, വൈബ് സ്ഥലങ്ങൾ, വൈബ് കൊള്ളാം. പുതിയ ഇൻ്റർനാഷണൽ ടെർമിനൽ സെറ്റ്. അത്യാവശ്യം കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ടിപ്പിക്കലായിട്ടുള്ള. പക്ഷേ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഡോളറുള്ളത് $28, $57 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ ഫേമസ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കിറ്റ്കാറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടികൾ. സൂപ്പർ ഇതേ കണ്ടില്ലേ, ഹോട്ട് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫ്യൂംസ്, കുറേ പേര് കുപ്പിയൊക്കെ മേടിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആക്ച്വലി ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതേ കണ്ടില്ലേ, 203B എന്ന് പറഞ്ഞത്. ഇതാണ് ഈ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ എൻ്റെ ഗേറ്റ് ആക്ച്വലി അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുവഴി അങ്ങനെ വന്ന് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കൊള്ളാം, അടിപൊളി. ഉസ്ബെക്കിസ്ഥാൻ്റെ എയർപോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഹെവി കേട്ടോ. പുതിയ ടെർമിനലായതുകൊണ്ട് മേ ബി ആയിരിക്കാം. പക്ഷേ എന്നാലും അത്യാവശ്യത്തിലധികം കുറേ ഷോപ്പൊക്കെ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ എയർപോർട്ടിലാണ് നമ്മൾ പെട്ടുപോയത്. ഒന്നും മേടിക്കാനും പറ്റാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം നൈസ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ കേക്ക്സ് ആൻഡ് ബേക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു കോഫി കാര്യങ്ങളൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കൊള്ളാം, അടിപൊളി. എന്നാലും ഇവിടുത്തെ പൈലറ്റുമാരൊക്കെ ഭയങ്കര റിച്ച് ലുക്കാട്ടോ. അത്യാവശ്യം നല്ല ഹെവി സ്യൂട്ടും കോട്ടൊക്കെ ആയിട്ടുള്ളതെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്ന ടീമുകളാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ അങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ഇതേ കണ്ടില്ലേ. അയ്യോ,
അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം നേരെ ബസ്സൊക്കെ കയറി എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ്റെ അവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കിന് ഭയങ്കര സ്മൂത്തായിരുന്നു. എക്സിറ്റ് അടിച്ച് തന്നു. അപ്പോൾ ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. രാത്രി 12:50 നമുക്ക് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോയുടെ ഫ്ലൈറ്റിനാണ് കേട്ടോ ഞാൻ പോയത്. ആക്ച്വലി 8 മണിക്ക് എയർ അസ്താനൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആക്ച്വലി 12:50 ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഫുഡും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ടിക്കറ്റ് റേറ്റ് എനിക്കൊന്ന് 13-14 കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ കൺട്രി ഡെഫിനറ്റ്ലി കസാക്കിസ്ഥാൻ, അൽമാട്ടി അല്ലെങ്കിൽ അസ്താന നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കേണ്ട ഒരു കൺട്രിയാണ്. കിടിലൻ കൺട്രി എന്ന് പറഞ്ഞാൽ കിടിലൻ കൺട്രി. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആവട്ടെ, മൗണ്ടൻസ് ആവട്ടെ, സ്ട്രീറ്റ്സ് ആവട്ടെ, ആൾക്കാരാവട്ടെ, സൈറ്റ് സീയിങ് പ്ലേസസ് ആവട്ടെ, അമേസിങ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. എല്ലാം ഭയങ്കര സ്മൂത്തിനായിരുന്നു. ഹോട്ടൽ ചെക്കിൻ, അപ്പാർട്ട്മെൻറ്റ്, ഫുഡ്, ബാക്കി കാര്യങ്ങളെല്ലാം. സോ ഓവറോൾ എനിക്ക് എവിടെയും പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നോട്ട് ഓൺ ചെയ്തിട്ടില്ല. ഫുഡൊക്കെ അവൈലബിൾ ആയിരുന്നു, ഈസിലി അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, വെജിറ്റബിൾ ഫുഡ് മേ ബി കുറച്ച് ഇതായിരിക്കും, എങ്കിലും അത് നിങ്ങൾക്ക് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ അതല്ലാതെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റുകളോ പറയാനില്ല. മനോഹരമായ കൺട്രി, മസ്റ്റ് വിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കസാക്കിസ്ഥാനിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാവൽ സീരീസ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ വരിക, എല്ലാം ഞാൻ ക്ലിയർ ഔട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു കസാക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവുകയാണ്. നേരെ ഡൽഹി പോവുക, ഡൽഹിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം പോവുക, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു നോർമൽ റുട്ടീൻസ്. സോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു ട്രാവൽ വിശേഷവും ഒക്കെ ആയിട്ട് അടുത്ത കുറച്ച് നാൾക്കൊക്കെ ഉടനെ അല്ലെങ്കിൽ കാണുന്നത് വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.